പ്രതികരിച്ചതിന് ഇപ്പോൾ വീണ്ടും നമ്മൾ ഷെഫീഖിലേക്ക് പോവുകയാണ്. ഷെഫീഖ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് നിന്ന് അപ്ഡേറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. വകുപ്പ് തല അന്വേഷണം വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു. പക്ഷേ ഇന്ന് അതിനു മുൻപ് തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ അധ്യാപകരെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കമുണ്ടായി. രാവിലത്തെ പ്രതിഷേധങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ഒക്കെ ഒടുവിലാണോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മാനേജ്മെന്റ് എത്തിയത്? അത്തരത്തിലാണ് നമ്മളും വിചാരിക്കേണ്ടത്. കാരണം അത്രമേൽ വലിയ പ്രതിഷേധമാണ് ഇന്ന് സ്കൂളിൽ ഉണ്ടായത്. എല്ലാ വിദ്യാർത്ഥികളും അതിൽ ക്ലാസ് വ്യത്യാസമില്ലാതെ എല്ലാവരും അവിടെ രംഗത്തിറങ്ങി വലിയ തോതിലൊരു പ്രതിഷേധം ഉണ്ടാക്കി. അപ്പം തന്നെ SFI, KSU, AVP വിദ്യാർത്ഥി സംഘടനകളൊക്കെ അവിടെ എത്തി പ്രിൻസിപ്പളെയും അതോടൊപ്പം സ്കൂൾ അധികൃതരെയും മാനേജ്മെന്റിനെയൊക്കെ മണിക്കൂറോളം ഉപരോധിക്കുന്ന തരത്തിലേക്കൊക്കെ പ്രതിഷേധം മാറി. അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് നീങ്ങാൻ തന്നെ അവർ നിർബന്ധിതരായത്. എന്തായാലും 2 അധ്യാപകരെയാണ് സസ്പെൻഡ് ചെയ്തത്. കൂടുതൽ ആളുകൾ ഇതിൽ ഇൻവോൾവ് ആണെങ്കിൽ അവർക്കെതിരെയും നടപടി ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ അന്വേഷണ വിധേയമായിട്ടുള്ള നടപടിയാണ്. സ്വാഭാവികമായിട്ടും വകുപ്പ് തല അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപനത്തിനൊടുവിൽ അധ്യാപകരുടെ ഭാഗത്ത് മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മറ്റു വലിയ നടപടിയിലേക്ക് തന്നെ നീങ്ങും എന്ന് തന്നെയാണ് DDE അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ ബിഞ്ചു പറഞ്ഞു വെച്ചതിലേക്കൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ശ്രീകൃഷ്ണപുരം എന്ന് പറയുന്ന സെന്റ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ആശിർ നന്ദ തൂങ്ങി മരിക്കുന്നത്. അതും സ്കൂളിൽ നിന്നുള്ള ഒരു പ്രഷർ കാരണമായിരുന്നു. 14 വയസ്സാണ് അന്നും ആശിർ നന്ദക്ക് ഉള്ളത്. ഒപ്പം തന്നെ ഒരു 2 മാസം മുമ്പാണ് കൊല്ലങ്കോട് വെച്ച് 13 വയസ്സുള്ള ഒരു പെൺകുട്ടി അമ്മയോട് ഇത്തരത്തിൽ തർക്കമുണ്ടാക്കി. അമ്മയോടുള്ള ദേഷ്യം കാരണം വീടിന് സമീപത്തെ ഒരു കാട്ടിലേക്ക് ഓടി മാറി അവിടെ നിന്ന് മണ്ണെണ്ണ ഒഴിച്ച് സ്വയം ഇത്തരത്തിൽ തീ കൊളുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവർ പിന്നീട് വളരെ വേഗത്തിൽ തന്നെ മരണപ്പെടുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമല്ല. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ഇത്രമേൽ സംഭവമല്ല. ഈ അടുത്തിടെയായി നമ്മൾ എത്ര വാർത്തകളാണ് ഇങ്ങനെയുള്ളത് കേൾക്കുന്നത്. ഇപ്പോൾ പാലക്കാട് നിന്നൊരു പ്രേക്ഷകൻ S. ഗുരുവായൂരപ്പൻ ചേരുന്നുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതായത് ഇത് ഒരു ടീനേജ് ആണല്ലോ. ഇപ്പോൾ ഷെഫീഖ് പറഞ്ഞതുപോലെ ടീനേജിന്റെ പ്രായത്തിൽ അവരുടെ ശാരീരികമായും മാനസികമായും മാറ്റങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ എഫക്ട്. അത് പ്രധാനമായിട്ടും നമ്മുടെ സ്കൂൾ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതായത് ഫ്രണ്ട്ഷിപ്പ് ഇരിക്കുന്നത്. ഇത്തരം സമയങ്ങളിൽ വീട്ടിലുള്ള ബന്ധങ്ങൾ സുദൃഢമാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. വീട്ടിലെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊന്നും ഊഷ്മളമാവുക, കുട്ടികളായിട്ടുള്ള ഒരു സംസാരങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള കുറെ എൻഗേജ്മെന്റ്സും കുറച്ച് എന്റർടൈൻമെന്റ്സ് ഒക്കെ വീട്ടിലെ അച്ഛനമ്മയും മാതാപിതാക്കൾ കൊടുക്കണം. അപ്പൊ അവിടെ അത് കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. മാതാപിതാക്കൾ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ മൊബൈൽ ഫോണൊക്കെ വന്നതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം മാതാപിതാക്കൾ അറിയുന്ന പോലുമില്ല. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഒരു വലിയൊരു ശ്രദ്ധ വെച്ചുകൊണ്ട് കുട്ടികളുടെ ഏതെങ്കിലും രീതിക്കുള്ള തെറ്റായ രീതിക്കുള്ള നീക്കങ്ങളോ അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി അവരെ സപ്പോർട്ട് കൊടുത്ത് അവരെ ആണെങ്കിൽ അല്പം ചെറിയ ശാസന കൊടുത്തുകൊണ്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഇപ്പൊ ജനറലി കുടുംബങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ കുറഞ്ഞു പോയതുകൊണ്ടാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുന്ന ലെവലിലേക്ക് പോകുന്നത്. അതുപോലെ അധ്യാപകരെ സംബന്ധിച്ച് ഒരിക്കലും കുട്ടികൾ മോശമാവണമെന്ന് ഒരിക്കലും വിചാരിക്കുന്നില്ല. കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ കുറച്ചുകൂടെ കർശനമായിട്ടുള്ള ഒരു നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പൊതുവെ പറയാൻ പറ്റുന്നത്. ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് അധ്യാപകര് മാതാപിതാക്കളെ വിളിച്ച് സ്കൂളില് ആ കുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ തന്നെ കുട്ടിയെ ശകാരിച്ചിട്ടുണ്ട്. അപ്പോ രണ്ട് സ്ഥലത്തു നിന്നും പ്രഷർ വന്നതുകൊണ്ടായിരിക്കണം ആ കുട്ടി ഒരുപക്ഷെ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തത്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അതേ വാക്കുകൾ തന്നെയാണ് ഇന്ന് അർജുന്റെ കൂട്ടുകാരും പറഞ്ഞത്. 2 സ്ഥലത്ത് നിന്നും പ്രഷർ വന്നു. അധ്യാപികയുടെ ഭാഗത്തു നിന്ന്, സ്കൂളിന്റെ ഭാഗത്തു നിന്ന് പ്രഷർ. ഒരാശ്വാസം തേടി പോകുമ്പോൾ വീട്ടിൽ നിന്നും ആ ഒരു പിന്തുണ കിട്ടുന്നില്ല. അങ്ങനെ 2 ഭാഗത്തു നിന്നും സമ്മർദ്ദം വരുമ്പോഴാണ് അർജുൻ ഇത്തരം ഒരു നീക്കം നടത്തിയെന്നാണ് അർജുന്റെ സുഹൃത്തുക്കൾ ഇന്ന് പറഞ്ഞ് നമ്മൾ കേട്ടത്. ഇപ്പോൾ പാലക്കാട് നിന്ന് തന്നെ